സജീഷ്, ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ ചില കണക്കുകളിലെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാകാത്ത ചില സാഹചര്യങ്ങൾ, പ്രവചനങ്ങളെ പറ്റി അബിൻ വർക്കി ചൂണ്ടിക്കാണിച്ചു. ഇപ്പൊ ഈ ആറ്റിങ്ങലിലെ ഉദാഹരണം വെച്ചുകൊണ്ടാണ് 392 വരെയുള്ള കണക്കുകളൊക്കെ പറയുന്നത് എങ്കിൽ അത് പ്രതിപക്ഷ ചേരിക്ക് ആത്മവിശ്വാസം തന്നെ നൽകുന്നതാണ്. തീർച്ചയായും 27% വോട്ട് BJPക്ക് ലഭിക്കുമെന്ന് ഒരു സർവേ വരുമ്പോൾ നമ്മൾ കാണേണ്ട എന്താണ്, 2021 11.3% അവർക്ക് വോട്ടുണ്ടായിരുന്നത്. 19 15%. 15% നിന്ന് ഏതാണ്ട് ഇരട്ടിയോളം വോട്ടിംഗ് പെർസെൻറ്റേജ് മാറാനുള്ള എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ BJPക്ക് അനുകൂലമായിട്ടുണ്ടായത്? ഏതെങ്കിലും ഒരു തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് അവർ കടന്നു വന്നിട്ടുണ്ടോ? ഇതെല്ലാം നമ്മുടെ മുന്നിൽ അനുഭവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ന്യായമായും സംശയിക്കാൻ വേണ്ടി പറ്റാവുന്ന കാര്യം, ഇവർക്ക് ദേശീയ അടിസ്ഥാനത്തിൽ ഈ PR വർക്ക്, മോഡി മീഡിയ എക്സിറ്റ് പോൾ വരുമ്പോൾ എണ്ണം തികയ്ക്കാൻ വേണ്ടി പലതും കൂട്ടി പറയേണ്ടി വരും. ആ കൂട്ടത്തിൽ പറയുന്നതായിരിക്കും എന്ന് തന്നെയാണ് ന്യായമായും നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുക. കാരണം ഇനി അതിൽ കൂടുതൽ അവർ പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ലായിരുന്നു. നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ സർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, മറ്റ് ചർച്ചയിലും വന്നു, എവിടെ നമുക്ക് ഇന്ത്യയിലെ മൊത്തം ഇലക്ഷൻ പിക്ചർ നോക്കുമ്പോൾ എവിടെ നിന്നാണ് BJPക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വരാൻ പോകുന്നത് എന്ന സംശയം നല്ലവണ്ണം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ബീഹാറിൻ്റെ കാര്യം പറഞ്ഞു, അവിടെ 35 സീറ്റാണ് NDA നേരത്തെ നേടിയിട്ടുള്ളത്. ഇനി അതിനേക്കാൾ മുന്നിലേക്ക് അവർക്ക് പോകാൻ വേണ്ടി പറ്റുമോ? മധ്യപ്രദേശിൽ പൂർണ്ണമാണ്, 29-ൽ 28. മഹാരാഷ്ട്രയിൽ അവിടെ 41 സീറ്റാണ് അവർ നേടിയിട്ടുള്ളത്, 48-ൽ. അപ്പോൾ അതിനേക്കാൾ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് മഹാരാഷ്ട്രയിലുള്ളതെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഞാനങ്ങനെ എണ്ണിയൊന്നും പറയുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം പരിശോധിച്ചാൽ ഇങ്ങനെ കാണാം. ഹരിയാനയിലുണ്ട്, പഞ്ചാബിൽ അവർ നേടിയ സീറ്റ്, ഇങ്ങനെ ഓരോന്നും. ഏറ്റവും ഒടുവിൽ കർണാടകത്തിൽ തന്നെ അവർ പുറകോട്ട് പോകുന്നുവെന്ന് ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മിനിമം പരിശോധിച്ചാൽ അറിയാം. അപ്പോൾ എവിടെ നിന്നാണ് ഇവർ മുന്നോട്ട് പോവുക? അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി അവരിപ്പോൾ അവർക്കനുകൂലമായ സർവേകളും മറ്റും വരുമ്പോൾ സ്വാഭാവികമായും കേരളത്തെ ഉൾപ്പെടെ അവർക്ക് കൂട്ടുപിടിക്കാതെ നിർവാഹമില്ല, തമിഴ്നാടിനെ കൂട്ടുപിടിക്കാതെ നിർവാഹമില്ല. ഇതൊക്കെ നമ്മുടെ മുന്നിൽ പച്ചയായി പരിശോധിച്ചാൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇവർ അതിനപ്പുറത്തേക്ക് കേരളത്തിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഈ ഇലക്ഷനുമായി ഉണ്ടാക്കി എന്ന് കരുതാൻ വേണ്ടി കഴിയുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവവും. വളരെ പ്രകടമായ രാഷ്ട്രീയത്തിനപ്പുറത്ത് കൃത്യമായ രാഷ്ട്രീയ ബോധം ഇത്രയും കാലം നിന്നിരുന്ന ആളുകൾ മാറ്റിക്കുത്തിയിട്ടുണ്ടാകുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ആളുകളിൽ നിന്ന് കൃത്യമായി കിട്ടുന്ന പ്രതികരണങ്ങളിൽ നിന്നാണ് അവർ 2 മണ്ഡലങ്ങളുടെ കണക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ബൂത്ത് തലത്തിൽ കണക്കെടുത്തുകൊണ്ടാണ് അവർ തിരുവനന്തപുരത്തെ പറ്റിയും ഒപ്പം തൃശ്ശൂരിനെ പറ്റിയും പറയുന്നത്. അതിൽ തൃശ്ശൂരെങ്കിലും എന്നുള്ളതാണ് ഏറ്റവും കൂടിയ ആത്മവിശ്വാസം. സജീഷ്, മാധു, നേരത്തെ നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. തിരുവനന്തപുരത്ത് അവർക്കൊരു നിയമസഭാ സീറ്റുണ്ടായിരുന്നു. ആ സീറ്റ് അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതൊക്കെ എങ്ങനെയാണ് വന്നതെന്നും എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നും നമുക്കറിയാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ചില സഹായങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയ സീറ്റാണ്, അത് നഷ്ടപ്പെട്ടു പോയി. പാലക്കാട് അവർ ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞല്ലേ, മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ അവതരിപ്പിച്ചില്ലേ ശ്രീധരനെ? ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. 2 സീറ്റിൽ മത്സരിക്കുന്ന പ്രസിഡന്റിനെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പല ഗിമ്മിക്കും അവർ കാണിക്കും. ഈ ഗിമ്മിക്ക് അവർക്ക് ആവശ്യമുണ്ട്. ഇവിടെ കേവലമായ എക്സിറ്റ് പോൾ ഫലങ്ങളെ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനത്തിനപ്പുറത്തേക്ക് അതിൻ്റെ സാമ്പത്തിക തലത്തിൽ കൂടി ചിലപ്പോൾ കാണേണ്ടി വരും. ഒരു ദിവസം ഈ ഗവൺമെൻറ് അധികാരത്തിൽ നിൽക്കും എന്ന പ്രതീക്ഷ ഉണ്ടായാൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഈ കോർപ്പറേറ്റുകളും ബിസിനസ് രംഗവും പ്രതികരിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ആ പ്രതീക്ഷയിൽ അദാനിയുടെ ഷെയർ മൂല്യം വരും, അംബാനിയുടെ ഷെയർ മൂല്യം വരും. ആ ദിവസം കൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഒരു 48 മണിക്കൂറിൻ്റെ കാര്യം. ഈ 48 മണിക്കൂർ ഈ പ്രതീക്ഷ നിലനിർത്തിയാൽ പോലും കോടാനുകോടിയുടെ ലാഭമുണ്ടാക്കാൻ ഈ കോർപ്പറേറ്റുകൾക്ക് കഴിയും എന്ന സാഹചര്യം കൂടി ഈ മോഡി മീഡിയ എക്സിറ്റ് പോളിനുണ്ട് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് കാണാം. നേരെ മറിച്ച് അപ്പുറത്തേക്ക് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ ഭൂപ്രദേശത്തെ വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും, ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തായിരിക്കും എന്ന് തെരഞ്ഞെടുപ്പ് ചർച്ചയിലുടനീളം ഈ BJP ഗവൺമെൻറ് പോകേണ്ട സാഹചര്യം മനസ്സിൽ സൂക്ഷിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവർക്ക് തിരിച്ചടി കൊടുക്കാൻ ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായ രാഷ്ട്രീയ സംവിധാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതിനെയൊക്കെ ആകെ തള്ളിക്കളയാൻ പറ്റുന്ന സാഹചര്യമല്ല നിലവിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ എക്സിറ്റ് പോളിന് അപ്പുറത്തേക്ക് ഈ നാട് ആഗ്രഹിക്കുന്ന, ഈ രാജ്യം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ രാജ്യം
ആഗ്രഹിക്കുന്ന എന്നതിലപ്പുറത്തേക്ക് ഈ രാജ്യം അർഹിക്കുന്ന വിജയം BJP ഇതര കക്ഷികൾക്കുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് മതനിരപേക്ഷതയുടെ, ജനാധിപത്യത്തിന്റെ എല്ലാം പ്രതീക്ഷയാണ്.